ആറളം ഫാമിലേക്കുള്ള യാത്രാവിശേഷങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സമയം രാവിലെ 10 മണി. ആറളം ഫാമിലേക്ക് പോകാമെന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചിരുന്നു. ഇവിടെ നിന്ന് 41 കിലോമീറ്റർ ദൂരമുണ്ട് ഫാമിലേക്ക്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടേക്ക് എന്തിനാണ് പോകുന്നത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആറളം ഫാമിൽ നിന്ന് വാങ്ങുന്ന ചെടികൾക്കും വൃക്ഷത്തൈകൾക്കുമെല്ലാം ക്വാളിറ്റി ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള ലളിതമായ ഉത്തരം. തൊട്ടുമുന്നിൽ ഇടതുവശത്തായിട്ടാണ് വടുവിലായ്ക്കാവ് ക്ഷേത്രം. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. ദൈവത്താറാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഊർപ്പള്ളി വഴി ഞങ്ങൾ നേരെ ചെന്നിറങ്ങുന്നത് വേങ്ങാട് റോഡിലാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ അഞ്ചരക്കണ്ടിയിലും വലത്തോട്ട് പോയാൽ ഗണവക്കലും കൂത്തുപറമ്പിലും ഒക്കെ എത്താം. വേങ്ങാട് മട്ടയിൽ നിന്ന് മണക്കായി വഴി ഉരുവച്ചാൽ കാക്കയങ്ങാട് വഴിയാണ് ഞങ്ങളുടെ യാത്ര. ലഭ്യമാണെങ്കിൽ കുറച്ച് കവുങ്ങിൻ തൈ വാങ്ങണം. അതാണ് ഞങ്ങളുടെ യാത്രാ ഉദ്ദേശ്യം. തൊട്ടുമുന്നിൽ കണ്ട ഈ വീടിന്റെ പേര് റിച്ച് മഹൽ എന്നാണ്. എന്താണ് അങ്ങനെ ഒരു പേരിടാൻ കാരണമെന്ന് അറിയില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ അവിടെ കയറി വീട്ടുകാരോട് ചോദിക്കണമെന്നുണ്ട്. മണക്കായി പുതിയ പാലം കടന്നാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. വേങ്ങാട് മാങ്ങാട്ടിടം പ്രദേശങ്ങളെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഉരുവച്ചാലിലും സമീപ പ്രദേശങ്ങളിലും എത്താനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണിത്. ദശരഥ പുത്രന്മാരിൽ ഒരാളായ ശ്രീരാമ സഹോദരനായ ലക്ഷ്മണന്റെ ഒരു ക്ഷേത്രം ഈ വഴിക്കുണ്ട്. പെരുഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുകൂടി മുമ്പോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രം നമുക്ക് കാണാം. ദശരഥ പുത്രനും ശ്രീരാമ സഹോദരനുമായ ലക്ഷ്മണനെ ആരാധിക്കുന്ന ശ്രീ പെരുഞ്ചേരി വിഷ്ണു ക്ഷേത്രമാണ് ഈ കാണുന്നത്. കണ്ണൂരിലെ നാലമ്പലങ്ങളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ആറളം ഫാമിലേക്കുള്ള പാലാണിത്. ഇരിട്ടിപ്പുഴ അല്ലെങ്കിൽ ആറളം പുഴ എന്ന് പറയുന്ന പുഴയാണ് ഇതിന്റെ മുകളിലൂടെയുള്ള പാലം. വളരെ പഴക്കമുള്ള പാലാണ്. വെൽക്കം ടു ആറളം ഫാം. ഇവിടെ ഒരു ബോർഡുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ആറളം ഫാമിനുള്ളിലാണുള്ളത്. ഈ ഒരു സൈഡില്, നമ്മുടെ ലെഫ്റ്റ് സൈഡില് കാറ്റാടി മരങ്ങൾ നിറയെ ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ കാണാം. മുന്നില് എനിക്കൊന്ന് കൊട്ടിയൂർ മലയാന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ. സെൻട്രൽ സ്റ്റേറ്റ് ഫാം എന്നല്ലേ പറയാ ആറളം. ഇത് നേരെ തന്നെ ആണ്. ഇതിന് നേരെ പോയാലാണ് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി വരിക. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആറളം ഫാമിൽ കാട്ടാനകളുടെയും മറ്റൊരു ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഗംഭീരമായ വ്യൂ ആണ്. 2 നിര മലകള് നമുക്ക് കാണാം. താഴെ ഹൈറ്റ് കുറഞ്ഞ ഒരു മലയും അതിനപ്പുറത്ത് നല്ല ഹൈറ്റിലുള്ള മലയാണ് കാണുന്നത്. കൂർഗ് മലയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നിലുള്ള നല്ല ഉയരമുള്ളത് കൊടക് മലനിരകളാണെന്നാണ് തോന്നുന്നത്. വലതുവശത്ത് നിരയൊപ്പിച്ച് നട്ട തെങ്ങുകൾ കാണാം. തേങ്ങയെല്ലാം കുറവാണ്, കായ്ഫലം കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് പൊതുവിലിപ്പോ തേങ്ങ കുറവ് തന്നെയാണല്ലോ, നാട്ടിലായാലും എവിടെയായാലും. ഈ തെങ്ങുകൾ പലതും നശിച്ചു പോയിട്ട് കാണുന്നുണ്ട്.
ഇവിടെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കാട്ടാന ശല്യം കൂടുതലായിട്ട് വരുന്ന ഭാഗം തോന്നുന്നുണ്ട് ഇതെല്ലാം. ഇത് കശുമാവൻ തയ്യാ? അതെ, കശുമാവൻ തൈ. ഗ്രാഫ്റ്റിംഗ് ആണ്. ഗ്രാഫ്റ്റിംഗ് അല്ലേ? എത്ര കൊല്ലം കൊണ്ട് ഉണ്ടാവും നേരം? ഇത് 3 വർഷം കൊണ്ട് കഴിക്കുന്നത്. 3 വർഷം കൊണ്ട് കഴിക്കും അല്ലേ? ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നെല്ലാം മറ്റേ കുറേ സംഭവങ്ങൾ ഉണ്ടല്ലോ. ലെയറിംഗ് ഉണ്ട്, ബഡ്ഡിംഗ് ഉണ്ട്, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ സൈൻ എടുത്തിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന സമയം ഏതായിരിക്കും? മഴ തുടങ്ങുന്നതിന് മുമ്പായിരിക്കും അല്ലേ? അതെ, മഴക്കാലമായാലും ഇപ്പോഴായാലും നനയ്ക്കുന്നതാണെങ്കിൽ എപ്പോൾ കൊണ്ടുവച്ചാലും ബാക്കിയാവും. ഇത് കോക്കനട്ട് ഫാമാണ്. പേര് കോക്കനട്ട് ഫാമാണെങ്കിലും ഇവിടെ കവുങ്ങ് നിറയെ വെച്ച് പിടിപ്പിച്ചിട്ട് കാണുന്നുണ്ട്. കോക്കനട്ട് തെങ്ങ് കുറവാണ്. ഒരു വശത്ത് ഒരു കാട് പിടിച്ച പോലെ കിടക്കുന്നതാണ്. ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല. കുറച്ചുകൂടെ അപ്പുറത്തോട്ടെല്ലാം കശുമാവൊക്കെ ധാരാളം കാണാം. കുറച്ചപ്പുറത്തായിട്ട് ഈ ഔഷധ സസ്യത്തോട്ടം കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. ഈ വലത്തുവശത്ത് കാണുന്നത് കോക്കനട്ട് ഫാമാണ്, അപ്പുറത്താണ് ഔഷധത്തോട്ടം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.